പറമ്പിൽ ചെന്ന് പച്ചവെള്ളം കൊണ്ടുവന്ന് വിളക്ക് തിരിയിട്ട് കത്തിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതെൻ്റെ അപ്പൻ പറഞ്ഞെനിക്കറിയാമെന്നുള്ളതാണ്. എന്നാൽ എൻ്റെ വിവാഹത്തിനും ഞാൻ ഒരു ക്രിസ്തീയ ജീവിതമായിട്ടൊരു വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ഹിന്ദുവായിട്ട് ഞാൻ ജനിച്ചതും വളർന്നതുമായതുകൊണ്ട് വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ക്രിസ്തു മതത്തിൽ ചേരില്ല എന്ന് കടുത്ത നിഷ്ഠ പിടിച്ചവനാണ്. എന്നാൽ അടുത്തൊക്കെ ബെന്തക്കോസ് പള്ളികളും പലതുമുണ്ട്. അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബെന്തക്കോസ് പള്ളി എന്നുള്ള ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. പള്ളി ആരാധന കഴിയും, അവരുടെ പ്രവൃത്തി പലതും പല രീതിയിലുമാണ്. മറ്റുള്ളവരെ ദുഷിച്ച് പറച്ചിലും പിന്നെ ഒരു ആരാധന കഴിഞ്ഞാൽ പലരെയും ദ്രോഹിക്കുന്ന പ്രവൃത്തികളാണ് അവിടെ ഉള്ളത്. എൻ്റെ വീട്ടിൻ്റെ ചുറ്റും പല പള്ളികളുമുണ്ട്. ഇത് കണ്ടപ്പം ബെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും രൂപമെന്ന് എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് ഞാൻ. ഇതുപോലെ CSI പള്ളിയുണ്ട്. അവിടെ പോയാലും ഗ്രൂപ്പ് വഴക്ക്. അപ്പോൾ എന്തിനാണ് അവിടെ പോകുന്നത്? ഗ്രൂപ്പ് വഴക്ക് എന്തുകൊണ്ട് ഗ്രൂപ്പ് വഴക്കുണ്ടാക്കുന്നു? ഈ ചിന്താഗതി എല്ലാം മനസ്സിലൊതിച്ച് എന്തിനും പള്ളിയിൽ പോകണം, അത് വേണ്ട എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മടുത്തവനാണ്. ഞാൻ പോകാതെ തന്നെ അതിൻ്റെ അനുഭവങ്ങളും ചുറ്റുവട്ടവും ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് ഞാൻ ഇവിടെ പിന്നെ ജൂൺ മാസം തൊട്ട് വരാൻ തുടങ്ങി. അതിൻ്റെ 2 മാസത്തിന് മുമ്പ് പാസ്റ്റർ അവിടെ വന്നപ്പോൾ അന്നും ഞാൻ മദ്യപിച്ചിരുന്ന കൂട്ടത്തിലാണ്. അപ്പോഴും വന്ന് വേറൊരു വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയപ്പോൾ ഞാനവിടെ റോട്ടിൽ നിന്ന് പാസ്റ്ററും ആ സഹോദരമുണ്ട്, 2 പേരും ആയിട്ട് പിന്നെ പാസ്റ്റർ മോനുണ്ടായിരുന്നു. ഒരാളെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങോട്ട് പാലിയോട് കൊണ്ടുവിടാം. അപ്പോൾ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പം ഞാൻ ഇന്നാരാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നടത്താണ്. ഞാൻ അപ്പോൾ ചോദിച്ചു, എവിടെയാണ് ആരാധന നടത്തുക? ഇന്ന സ്ഥലം. എന്നാൽ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം ഈ ജൂൺ മാസമായപ്പോൾ എനിക്ക് തോന്നി എനിക്കിവിടെ വരണമെന്ന്. അതിനു മുമ്പേ ആണെങ്കിൽ അപ്പോഴും ഞാൻ മദ്യപിച്ചിട്ടാണ് 2 ദിവസം ഞാൻ ഇവിടെ വന്നത്. രാവിലെ മദ്യപിക്കാതെ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി മദ്യപിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുപ്പി ഉണ്ടായിരുന്നാൽ ഒരു ദിവസത്തേക്ക് എനിക്ക് തികയില്ല. ഏത് ലെവലിൽ എങ്ങനെ വരണമെന്ന് പോലും എനിക്കറിയില്ല. ആ പൈസ വരുന്ന പൈസയ്ക്ക് മദ്യപിക്കും, പിന്നെ ചിലപ്പോഴും ആഹാരം കഴിക്കും, ആഹാരം കഴിക്കാതെ ഇരിക്കും. ഞാൻ എപ്പോഴും ഉണരുന്ന സമയമെല്ലാം എൻ്റെ മുമ്പ് മദ്യം ഉണ്ടായിരിക്കും. മദ്യവും പച്ചവെള്ളവും. 1 മണിക്ക് ചിലപ്പോൾ 10 മണിക്ക് കിടക്കും, 11 മണിക്ക് ഉണരും, 12 മണിക്ക് ഉണരും, 1 മണിക്ക് ഉണരും, 4 മണിക്കും ഉണരും. ഉണരുന്ന സമയമെല്ലാം ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവസ്ഥയിലായി ഞാൻ. ചിലപ്പോൾ 2 മാസം കൂടുമ്പം ആഹാരം കഴിക്കില്ല, കഴിക്കുന്നതെല്ലാം ഛർദ്ദിക്കും. അങ്ങനെ ഇരുന്ന് പിന്നെ ട്രിപ്പെടുത്ത് ആസ്പത്രിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങും. പിന്നും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് എല്ലാം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഈ ജൂൺ മാസം ഇവിടെ വന്നു. ഒരാഴ്ച ഞാൻ 2 ആഴ്ച വന്നില്ല. ഒരാഴ്ച ഞാൻ വരാതെ ഇരുന്നപ്പോൾ ഞാൻ വന്നുകൊണ്ടിരുന്ന വഴിയിൽ തന്നെ ഒരു ഞായറാഴ്ച വന്നില്ല, വീഴുന്നു. ഈ ഭാഗം എനിക്ക് നല്ലൊരു അടി പറ്റി, തറയിൽ വീഴുന്നു. ഇനി കൈ വയ്ക്കൂടാ, കാല് വയ്ക്കൂടാ. എന്നാലും ഞാൻ എണ്ണയെല്ലാം ഇട്ട് തടവി ഇവിടെ ഇനി നല്ല സുഖമായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച ഞാൻ വരാതെ ഇരുന്നപ്പോൾ ഞാൻ മദ്യപിച്ച് വരാത്ത ദിവസം എല്ലാം മദ്യമാണ് എനിക്ക്. ഒരു രാത്രി എൻ്റെ വിളയിൽ, ഇപ്പോൾ വീട് വയ്ക്കുന്ന ഒരു ഭാഗത്താണ്, അവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ വാഴ കൃഷിക്ക് വേണ്ടി പോയിട്ട് ഞാൻ അവിടെ തന്നെ മദ്യപിച്ച് 2 പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരു പാർസൽ കഴിച്ചു. കുറച്ച് 2-3 പട്ടികളുണ്ട്, പട്ടിക്ക് ഇങ്ങോട്ട് കൊടുത്തു. അടുത്ത ഭാഗം ഒന്നിരുന്നു, അതേയും പട്ടി വലിച്ചു തിന്നു. എന്നെ ചവിട്ടിമറിച്ചു പട്ടി. ആ ലെവലിൽ എനിക്കൊന്നും അറിയാതെയായി. അതൊരു ഞായറാഴ്ചയാണ്. രാത്രി അവിടെ തന്നെ കിടന്നു. തിങ്കളാഴ്ചയായി. അടുത്ത വീട്ടുകാർ എനിക്ക് 2-3 കുപ്പി വെള്ളം തന്നു. വെള്ളവും കുടിച്ചു. അടുത്ത് എനിക്ക് എണീറ്റ് ഇരിക്കാനോ കിടക്കാനോ നടക്കാനോ വയ്യ. എന്നെ പിടിച്ച് റോട്ടിൽ ഒരാൾ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി വേറൊരു ഓട്ടോ പിടിച്ച് ഞാൻ ഇവിടെ പാലിയോട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രിപ്പൊക്കെ എടുത്ത് ഞാൻ സുഖമായി. എന്നിട്ടും വീണ്ടും ഞാൻ
ഈ ഇടയ്ക്ക് മാനസികമായിട്ട് ചെറിയൊരു പ്രയാസത്തിൽ ഞാൻ അവിടെ മദ്യപിച്ചു. പാസ്റ്റർ കണ്ടിട്ട് പാസ്റ്റർ ഒന്നും വഴക്ക് പറഞ്ഞില്ല. പാസ്റ്ററിനാകെ നെഞ്ചലറി, അതെനിക്ക് മനസ്സിലായി. എന്നിട്ടും അതിനുശേഷം ഞാൻ മദ്യപാനം എന്നുള്ളത് മൊത്തത്തിലേ ഉപേക്ഷിച്ചു. ഇനി മദ്യപിക്കുന്ന ആവശ്യമേ എനിക്കില്ല. ഞാൻ നമ്മളിപ്പോൾ ആരാധനയ്ക്ക് ഞാനിപ്പോൾ വന്നതിന് ശേഷം എനിക്ക് നല്ല സന്തോഷവും സമാധാനവുമാണ്. എൻ്റെ വീട്ടിൽ ഒരുപാട് അവസ്ഥ ഉണ്ട്. അതിലാണ് ഞാൻ ഒന്നാമത് മദ്യപിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നി, അവരെ നോക്കിയിട്ട് നമ്മൾ മദ്യപിച്ചിട്ടും അർത്ഥമില്ല. നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ് നമ്മൾ പാഴേ പോകുന്നത്. നമ്മളെ വയറ് നിറയുന്നില്ല. നമ്മളെ പൊതുജനങ്ങളെ മുമ്പ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയെല്ലാം കണക്കിലെടുത്ത് മദ്യപാനം എന്നുള്ളത് ഇപ്പം ഞാൻ നിർത്തി. പിന്നെ നമ്മളിവിടെ ആരാധനയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നത് എൻ്റെ ആവശ്യത്തിനാണ്. പാസ്റ്ററിന് ഉപദേശം തരാനേ പറ്റുള്ളൂ. ഉപദേശം നമ്മൾ അതിന് ഇടുന്ന കൽപ്പനയെ നമ്മൾ നിരന്തരമായിട്ട് നമ്മളതിനെ നടപ്പിലാക്കണം. അത് നമ്മളെ ചുമതലയാണത്. ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ ഒരു പ്രൈവറ്റ് ഒരു ട്യൂഷൻ പഠിക്കാൻ പോകുന്നു. ട്യൂഷൻ പഠിക്കാൻ പോകുന്നിടത്ത് ആ അധ്യാപകൻ നമുക്ക് ഉപദേശമേ തരുള്ളൂ. നീ വണ്ടിക്ക് നീ പോ, അല്ലെങ്കിൽ വാ എന്നൊരാൾ പറയുമോ നമുക്ക്? ഇല്ല. നമ്മളെ ഇല്ലായ്മയിലും നമ്മളതിനെ കഷ്ടതയിലും നമ്മൾ ദൈവ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങി അതിൽ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളവർ ഇതേ ഉള്ളൂ. ഇതോടെ ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു.